അള്ളാഹുവിൽ രക്ഷപ്പെടണമെങ്കിൽ ഈ തൗഹീദ് ഇല്ലാതെ സാധ്യമല്ല. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. അള്ളാഹു പറഞ്ഞു, ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത് ഫലിയഅമൽ അമലൻ സാലിഹൻ, അവൻ സൽപ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അവൻ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. ശിർക്ക് സംഭവിച്ചാൽ സകല അമലുകളും സകല പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളെ പറ്റി ചോദിക്കുകയാണ്. ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്നു പേരുള്ള ആളെ കുറിച്ച് ചോദിക്കുകയാണ്. അയാൾ ആരായിരുന്നു? വലിയ ധർമ്മിഷ്ഠനായ, വലിയ ഉദാരനായ ആളായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകിയ, പ്രയാസഘട്ടങ്ങളിൽ അവർ സഹായിച്ച, അതുപോലെ പ്രതിസന്ധികളിൽ ജനങ്ങൾക്ക് താങ്ങായി നിന്ന, എത്രത്തോളം എന്നാൽ ജാഹിലിയത്തിൽ ഉണ്ടായ വലിയ യുദ്ധം തീർക്കാൻ ജാഹിലിയത്തിൽ നടന്ന ഒരു സുൽഹുണ്ട്, ഒരു സന്ധിയുണ്ട്. ജാഹിലിയത്തിൽ നടന്ന വളരെ നല്ല കാര്യമായിരുന്നത്. അവർ തമ്മിലുണ്ടായിരുന്ന സുദീർഘമായ യുദ്ധം നിർത്താൻ ഉണ്ടായിരുന്ന ഒരു സന്ധി സംഭാഷണം, അത് നടന്നതുപോലും അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആന്റെ വീട്ടിലായിരുന്നു. ഇത്രയും നന്മകൾക്ക് മുന്നിലുണ്ടായിരുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അയാളുടെ പ്രവർത്തനങ്ങൾ ഫലം ചെയ്യുമോ? പരലോകത്ത് അയാൾ അതുകൊണ്ട് രക്ഷപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. അയാൾ എന്താണ് കാരണം? അയാൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബി അള്ളാഹ്, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ടില്ല. അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, അയാൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നില്ല, ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അയാൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നോക്കൂ, എല്ലാ അമലും മുഴുവൻ പ്രവർത്തനങ്ങളും പൊടിഞ്ഞു പോകും തൗഹീദ് ഇല്ലായെങ്കിൽ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അള്ളാഹു പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ നാം ചൊല്ലും, എന്നിട്ട് അതിനെ നാം പാറിപ്പോയ ധൂളികൾ പോലെ ആക്കി തീർക്കും. ഒന്നും ഫലം ചെയ്യുകയില്ല. ദുനിയാവിൽ ചിലപ്പോൾ അവന്റെ സൽക്കർമ്മങ്ങൾ ഫലം ചെയ്തേക്കാം, അതുകൊണ്ട് അവന് സൽകീർത്തി, ആളുകൾക്കിടയിൽ വലിയ പേരുണ്ടായേക്കാം. അതുപോലെ അള്ളാഹുവിന് റിസ്ക്, ദുനിയാവിൽ ഉപജീവനം കൊടുത്തേക്കാം, മക്കളെ കൊടുത്തേക്കാം. പക്ഷേ പരലോകത്ത് അതൊന്നും പ്രയോജനപ്പെടുകയില്ല. തൗഹീദ് ഇല്ലാതെ ഒന്നും അന്ത്യനാളിൽ പ്രയോജനപ്പെടുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുണ്ടായിരിക്കണം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. അതാണ് അതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ആയി മറ്റാരുമില്ല. യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായ ഒരാളും തന്നെ ഇല്ല.